ചന്ദ്രമതി സച്ചിയോട് വീട്ടുചെലവിനുള്ള കാശ് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ കയ്യില് പണമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവനിപ്പോ ജോലിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ രേവതി സച്ചി അറിയാതെ തന്റെ സ്വർണവളകൾ പണയം വെച്ചിരിക്കുവാണ്. അതിന്റെ കാശ് വാങ്ങിച്ച് ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുത്ത് ഈ പണം വീട്ടുചെലവിന് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. എന്റെ കയ്യിൽ കാശില്ലെന്ന് വിചാരിച്ച് നിന്നോട് ആരാ വള പണയം വെക്കാൻ പറഞ്ഞേ എന്ന് ചോദിച്ച് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനെന്താ സച്ചേട്ടാ, നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ച കാശുകൊണ്ട് അതെനിക്ക് തിരിച്ചു തരുമല്ലോ. അല്ല, ജോലി തിരക്കിയിട്ട് ജോലി വല്ലതും റെഡിയായോ? ഡ്രൈവർ ജോലി തന്നെയാണോ കിട്ടിയിരിക്കുന്നത്? അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. ആ, ജോലി കിട്ടി രേവതി, ഡ്രൈവർ ജോലി തന്നെയാ. ഒരു ഫോറിൻ കാർ ഓടിക്കണം, വലിയ കമ്പനിയിലെ ജോലിയാ. നാളെ 5 മണിക്ക് എയർപോർട്ടിൽ പിക്കപ്പ് ഉണ്ട്. എന്റെ ശമ്പളം വന്ന ഉടൻ തന്നെ നിന്റെ വള ഞാൻ തിരിച്ചെടുത്ത് തരാൻ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ്. രാവിലെ സച്ചി ജോലിക്ക് പോയ ശേഷം രേവതിയുടെ ഫ്രണ്ട് ആ വീട്ടിലേക്ക് എത്തുകയാണ്. നിന്റെ ഭർത്താവ് സച്ചി കാർ ഓടിക്കുന്ന ജോലിക്കല്ല പോയിരിക്കുന്നേ, ഡ്രൈവർ ജോലി ഒന്നും അല്ലെന്ന്. ഇവിടെ അടുത്തൊരു ഫ്ലാറ്റില്ലേ, ആ ഫ്ലാറ്റിലുള്ള കാറുകളെല്ലാം തുടക്കുന്ന ജോലിയാ അയാൾക്ക് കിട്ടിയിരിക്കുന്നേ. നിന്റെ ഭർത്താവിന് എങ്ങനെ ഈ ഗതി വന്നു എന്നൊക്കെ ഫ്രണ്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അവള് പറഞ്ഞതൊക്കെ സത്യാണോ എന്ന് തിരക്കാനായി രേവതി ആ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. സച്ചി കാറ് തുടക്കുന്ന ജോലി തന്നെയാണെന്ന് രേവതി ഒളിച്ചു നിന്നും കാണുകയാണ്. അങ്ങനെ സച്ചി ആ ജോലി ചെയ്യുന്നതില് രേവതിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. പക്ഷെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നത് ശ്രീകാന്ത് മാറി നിന്നും കേൾക്കുന്നുണ്ട്. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും താല്പര്യമില്ലടി, എന്റെ ലൈഫ് എൻജോയ് ചെയ്യണം. പിന്നെ ഫോറിനിലൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞല്ലേ അതിനെപ്പറ്റി ചിന്തിക്കൂ. എനിക്കാണെങ്കിൽ കുട്ടി വേണ്ടാന്ന് തന്നെയാ തീരുമാനം. അങ്ങനെ വർഷ പറയുന്നത് കേട്ട് ശ്രീകാന്ത് ആകെ ഷോക്കാവുന്നുണ്ട്. സുധിയാണെങ്കിൽ ഓട്ടോയിൽ ജോലിക്ക് പോകുന്നത് കണ്ട് അച്ഛൻ വന്ന് അവനോട് ഒരു കാർ വാങ്ങിക്കാൻ പറയുന്നുണ്ട്. അത് കേട്ട് ശ്രുതി വന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാ, എപ്പോഴും ഒരു ഓട്ടോയിൽ പോയാൽ എങ്ങനെ ശരിയാവും? നീ കാർ ഷോറൂമിലല്ലേ വർക്ക് ചെയ്യുന്നേ, പെട്ടെന്ന് തന്നെ ലോൺ എടുത്ത് ഒരു കാർ വാങ്ങിക്കാൻ നോക്ക് ശ്രുതി. ദിവസവും ഈ ഓട്ടോയിൽ പോക്ക് അവസാനിപ്പിക്കാലോ. ഷോറൂമിൽ ഇന്ന് തന്നെ നീ ലോണിന്റെ കാര്യം സംസാരിക്കണം. എനിക്ക് ഈ ഐഡിയ തോന്നിയില്ലല്ലോ അച്ഛാ, അച്ഛൻ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറയുവാണ് ശ്രുതി. ജോലിയില്ലാത്ത ഞാനങ്ങനെ പുതിയ കാറ് വാങ്ങിക്കും എന്നാലോചിച്ച് നിൽക്കുവാണ് ശ്രുതി. ആന്റി, ശ്രുതി ഈ മാസം 15 കാറാ സെയിൽ ചെയ്തിരിക്കുന്നേ. ശ്രുതി ഉടനെ സ്വന്തമായി ഒരു കാർ ഷോറൂമോ ആരംഭിക്കും എന്നൊക്കെ ശ്രുതി പറയുമ്പോ അതെ അതെ, അതിനുള്ള എല്ലാ കഴിവും ഈ ശ്രുതിക്കുണ്ട്. അങ്ങനെ ചന്ദ്രമതി കളിയാക്കി പറയുന്നുണ്ട്. പിന്നീട് രേവതി അച്ഛന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ച് എവിടേക്കോ പോകാനായി റെഡിയാവുകയാണ്. ഞാനേ അമ്പലത്തില് പൂ കെട്ടാൻ പോണ അച്ഛാ, ഇന്ന് വലിയ ഓർഡറാ വന്നിരിക്കുന്നേ, അമ്മയെ ഒന്ന് സഹായിക്കണം എന്ന് കള്ളം പറഞ്ഞ രേവതി അവിടെ നിറങ്ങി പോകുന്നുണ്ട്. ആ സമയം ചന്ദ്രമതിയും അവരുടെ ഫ്രണ്ടും ഒക്കെ ആ വീട്ടിലേക്ക് വന്ന് രേവതി ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കുവാണ്. പിന്നീട് ബാക്കിയുള്ള ഫുഡ് ചന്ദ്രമതി അത് തുറന്നു വെച്ചിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ചന്ദ്രമതി അറിയാതെ ഒരു വലിയ പല്ലി വന്ന് ആ ആഹാരത്തിലേക്ക് വീഴുകയാണ്. രേവതിയാണെങ്കിൽ സച്ചിയുടെ കാറ് തിരിച്ചെടുക്കാനായി ഫിനാൻസിയറെ കണ്ട് സംസാരിക്കാനായി പോയിരിക്കുകയാണ്. രേവതി ഇനിയും വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ തനിയെ തന്നെ ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങുവാണ്. ആ കറിയിൽ വീണിരിക്കുന്ന പല്ലി കാണാതെ അച്ഛൻ അതെടുത്ത് കഴിക്കാൻ തുടങ്ങുവാണ്. ആ സമയം കോളിംഗ് ബെല്ലിന്റെ ശബ്ദം അച്ഛൻ കേൾക്കുന്നുണ്ട്.